നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഴിച്ചു മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊക്കെ സന്തോഷമായേനെ അല്ലേ? ഇവരുടെ ജീവൻ ആപത്ത് വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഇവരെ ഞാൻ CKയുടെ വീട്ടിലേക്ക് അയച്ചത്. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ വാസു? ഇപ്പോഴെന്തിനാ ഇവരെ വീണ്ടും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്? ഓ, എന്റെ ഏട്ടാ മലയാളത്തിലല്ലേ ഇത്രയും നേരം പറഞ്ഞത്? ഞാനല്ല ഇവരെ ക്ഷണിച്ചത്, ക്ഷണിക്കാൻ അനുവാദം കൊടുത്തുവെന്നേ ഉള്ളൂ. പ്രണവിന് അവനെ സഹായിച്ച ഒരാൾക്ക് ഈ വീട്ടിലൊരു വിരുന്ന് കൊടുക്കണമെന്ന് തോന്നിയാ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഗൗതമിനും നിധിക്കും ഈ വീട്ടിലുള്ള അതേ അവകാശവും അധികാരവും പ്രണവിനും ശിവാനിക്കും ഉണ്ടാവണമല്ലോ. ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവരും ചെയ്യട്ടെ. എണ്ണ ഒഴിക്കില്ലേ? എന്തിനാടാ നീ ഇപ്പൊ ഇവരെയും കൊണ്ട് വിളിച്ചോണ്ട് വന്നേ? ഇയാള് നമ്മുടെ കുടുംബത്തോട് ചെയ്തതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? കുടുംബത്തോട് പണ്ട് പലരും ചെയ്ത് കാണും ചേട്ടാ, പക്ഷേ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ മറക്കാൻ പറ്റത്തില്ല എനിക്ക്. എടാ, നിനക്ക് ഇവരെ ഒരു ഉപകാരവും ചെയ്തു തന്നിട്ടില്ല. പകരം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിന്നെ ഇവര് കരുവാക്കി, അത്രേ ഉള്ളൂ. ഓ, ശത്രുക്കളുടെ വീട്ടിലെ പയ്യന് സഹായം ചെയ്തു കൊടുക്കുന്ന മഹാമനസ്കനൊന്നും അല്ല ഈ CK ചന്ദ്രബോസ്. പകയാണ് ഇയാൾക്ക്. പ്രതികാരം ചെയ്യാനുള്ള ഓരോ വഴിയും ഇപ്പൊ നമുക്കെതിരെ ഇയാൾ ഉപയോഗിക്കും. ചന്ദ്രബോസ് അങ്കിളിനെ കുറിച്ച് ഞങ്ങൾക്കുള്ള അഭിപ്രായം അങ്ങനെ അല്ലെങ്കിലോ? എനിക്ക് പ്രണവിന് ഇഷ്ടമുള്ള ആൾക്കാരെ ഈ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു വിരുന്ന് സൽക്കാരം നടത്താൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങളുടെ ഇഷ്ടക്കാർ ഇവിടെ വരുമല്ലോ. അപ്പൊ അത് തടയാൻ ഞങ്ങൾ മുന്നിലുണ്ടാവും. ഇവരെ തടയാൻ അങ്ങനെ ആരും വിചാരിക്കണ്ട. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതെ ഇന്നിവിടെ നടക്കത്തുള്ളൂ. എതിർക്കാനുള്ളവരൊക്കെ ഒന്ന് എതിർത്ത് നോക്ക്, അപ്പ കാണാം. വെറുതെ കയ്യൊക്കെ കാണിക്കാനൊന്നും നോക്കണ്ട. പ്രണവ് കൊച്ചുകുട്ടിയൊന്നുമല്ല, ഇവനും ഇപ്പോഴൊരു ഭർത്താവാണ്. അത് നീ ഓർക്കണം ഗൗതം. ഏത് ഭർത്താവായാലും ഇവര് രണ്ടുപേരും ഈ വീട്ടിലേക്ക് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്കിഷ്ടമില്ലാത്തവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ എനിക്കിഷ്ടമില്ലാത്തവരെ